ഇതിന് കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടുതലാണ് 60-70. ഇതിന് മാക്സിമം 30 ml വരെ പോകാൻ പറ്റും. കൂടുതൽ നേരം ഉപയോഗിക്കണം. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നു ഇപ്പോൾ ഒരു 12 hours നമുക്ക് കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എ മെൻസ്ട്രൽ ഡിസ്ക്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പീരിയഡ് സെക്സ് ഇസ് നോട്ട് പോസിബിൾ. ബട്ട് വിത്ത് എ ഡിസ്ക് യു ക്യാൻ ഗെറ്റ് ഇൻറ്റിമേറ്റ് ഡ്യൂറിങ് പീരിയഡ്സ്. ആ ഒരു മെസ് ഫ്രീ പീരിയഡ് സെക്സ് പോസിബിൾ ആണ്. ഇതിൽ അൺഹൈജീനിക് അല്ല പീരിയഡ് സെക്സ്. പീരിയഡ് സെക്സിന് കൂടുതലും ബെനിഫിറ്റ്സ് ആണുള്ളത്. പ്യൂബിക് ഹെയർ റിമൂവ് ചെയ്യുന്നത് മെഡിക്കലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഓരോരുത്തരുടെയും ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്യൂബിക് ഹെയർ റിമൂവ് ചെയ്യുമ്പം. HPV വാക്സിൻ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിനാണ്. ഈ സെർവൈക്കൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യണ എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു വാക്സിനാണ് ഈ HPV വാക്സിൻ. മെൻസ്ട്രൽ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റിനെ പറ്റിയും കൂടെ അതിനെ പറ്റിയും കൂടെ ഒന്ന്. ഇതാണൊരു മെൻസ്ട്രൽ കപ്പ്, ഇതാണൊരു മെൻസ്ട്രൽ ഡിസ്ക്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രൽ കപ്പ് നമ്മുടെ വെജൈനയുടെ കുറച്ച് താഴോട്ടാണ് ഇരിക്കുന്നത്. അത് സക്ഷൻ അല്ലെങ്കിൽ വാക്യൂം എന്ന് പറഞ്ഞ് ഫോഴ്സ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. മെൻസ്ട്രൽ ഡിസ്ക് നമ്മുടെ വെജൈനൽ ഫോർണിക്സിലാണ് ഇരിക്കുന്നത്, ബിഹൈൻഡ് ദ പ്യൂബിക് ബോൺ. മെയിൻലി അത് കുറച്ചും കൂടെ അകത്തേക്ക് കയറിയാണ് ഇരിക്കുന്നത്. ആൻഡ് ദാറ്റ് ടു നമ്മുടെ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. സക്ഷൻ അല്ലെങ്കിൽ വാക്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ ഇല്ല. പിന്നെ നമ്മളിത് ഇൻസേർട്ട് ചെയ്യുന്നത് ഇച്ചിരി ഉള്ളിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ നമ്മൾ സമയം കുറച്ചും കൂടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ മാനിപ്പുലേഷൻ വേണം ഇൻസേർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മുടെ ഫോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫോൾഡ് ചെയ്യുന്ന കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഗർ ഓഫ് 8 ഇങ്ങനെ 8 പോലെയാണ് ഫോൾഡ് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്തിട്ട് ഇപ്പം ഇതാണ് വെജൈന എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഒരു ചരിച്ചിട്ടാണ് ഒരു ചരിച്ചിട്ട് ഒരു ആംഗിളിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു വെജൈന 45 ഡിഗ്രി ആംഗിളിലാണ് ഇരിക്കുന്നത്. ആ ആംഗിളിൽ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു റിമ്മ് വരുമല്ലോ. ഈ റിമ്മ് പ്യൂബിക് ബോണിൻ്റെ പിറകിൽ, ഇതാണ് പ്യൂബിക് ബോൺ എന്നുണ്ടെങ്കിൽ പ്യൂബിക് ബോണിൻ്റെ പിറകിൽ ഒന്ന് ടക്ക് ചെയ്യുക, മുകളിലോട്ട് ടക്ക് ചെയ്ത് വയ്ക്കുക. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ സെർവിക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും ഫോർണിക്സിലോട് കൂടി കപ്പ് അവിടെ ഇരിക്കുക. ഇതൊരു എന്താ ബോൾ പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും ബ്ലഡ് ഇതിലോട്ട് വീഴുക. വേറൊരു നമുക്ക് ഞാൻ ചോദിക്കുന്നത് ഈ കമ്പയർഡ് ടു മെൻസ്ട്രൽ കപ്പ് നമുക്ക് ഇതിന്റെ ഇൻസേഷൻ എളുപ്പമാണോ അതോ നമ്മളത് എളുപ്പമാണ്, പക്ഷെ കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിലോട്ട് കൈ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും. കപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൈ വിടണം, പക്ഷെ ഇതൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് പ്യൂബിക് ബോണ്ട് അവിടെ വെക്കേണ്ടി വരും. ആ ബോൺ നമുക്ക് ഫീൽ ചെയ്യുക എന്നൊരു അത് കൺഫേം ആക്കണം. അത് കൺഫേം ആക്കണം. ഓക്കെ അത് ബാക്കിയെല്ലാം ഓക്കെയാണ്. കൂടുതലാണ് അത് ഞാൻ ഡിഫറൻസ് പറയുന്നത്. ഇതിന് കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടുതലാണ്. ഇതിന് 60 ml കപ്പാസിറ്റി ഉണ്ട്, 60-70. ഇതിന് മാക്സിമം 30 ml വരെ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ഉപയോഗിക്കണം. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നു ഇപ്പോൾ ഒരു 12 hours നമുക്ക് കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എ മെൻസ്ട്രൽ ഡിസ്ക്. ഇതൊരു പുതിയ പ്രൊഡക്റ്റ് ആണോ? ഇതൊരു വളരെ പുതിയ പ്രൊഡക്റ്റ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ ഉള്ള പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ആരും അവെയർ അല്ല ഡിസ്കിനെ പറ്റി. നമ്മുടെ നാട്ടിൽ ഉണ്ട് ഡിസ്ക് ഉണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ പീരിയഡ് സെക്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പീരിയഡ് സെക്സ് ഇസ് നോട്ട് പോസിബിൾ. ബട്ട് വിത്ത് എ ഡിസ്ക് യു ക്യാൻ ഗെറ്റ് ഇൻറ്റിമേറ്റ് ഡ്യൂറിങ് പീരിയഡ്സ്. ആ ഒരു മെസ് ഫ്രീ പീരിയഡ് സെക്സ് പോസിബിൾ ആണ്. ഇതിന്റെ ഇൻസേഷൻ ടൈമും നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫിംഗർ ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ഹുക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നുണ്ടോ, ഇവിടെ നിന്ന് ഹുക്ക് ചെയ്ത് ഇതിനെ താഴോട്ട് കൊണ്ടുവരാം. കൊളുത്ത് പോലെ പിടിച്ചിട്ട് താഴോട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാം. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരാം. അത്രേ ഉള്ളൂ അതിൻ്റെയും കാര്യങ്ങൾ. ഇത് കുറച്ച് മുകളിലോട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഫിംഗർ കുറച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ടാണ്. അതാണ് കുറച്ച് ഉള്ളിൽ മാനിപ്പുലേഷൻ വേണ്ടി വരും. നമ്മുടെ ബോഡീനെ കുറച്ചുകൂടെ അവെയർ ആയിരിക്കും, അവെയർ ആവുകയും ചെയ്യും ഡിസ്ക് യൂസ് ചെയ്യുമ്പോൾ. അത്രേ ഉള്ളൂ. ഇതിനകത്ത് ആകെയുള്ള ഒരു ഇനീഷ്യൽ ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെൻസ്ട്രൽ കപ്പിനെ കാട്ടി നമുക്ക് ചിലപ്പോൾ ബെറ്റർ ആയി തോന്നുന്നത് ഡിസ്ക് ആയിരിക്കും. കാരണം ലോങ്ങർ വെയർ ടൈം കിട്ടുന്നുണ്ട്, ബാക്കി എല്ലാം പോസിബിൾ ആണ്. ഇതിന് ഇങ്ങനത്തെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിന് ഇങ്ങനത്തെ ഡിസ്ക് എന്നൊരു പേര് വന്നത്. അതെ, ഡിസ്ക് പോലെയാണല്ലോ ഇരിക്കുന്നത്. മാം, ഇപ്പം നമ്മൾ സെക്സ് ഡ്യൂറിങ് പീരിയഡ്സ് എന്ന് പറയുമ്പം അതിനെപ്പറ്റിയും കൂടെ ഒന്ന് പറയാം. ഞാൻ ചോദിക്കുന്നത് അതിനകത്തും ഒത്തിരി കൺഫ്യൂഷൻസ്, ഒത്തിരി ടാബൂസ് ഒക്കെ നിൽക്കുന്നുണ്ട്. അൺഹൈജീൻ ആണെന്നുള്ളൊരു സാധനം നിൽക്കുന്നു, പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. ശരിക്കും നമ്മൾ ഇതിനകത്ത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ആദ്യം ശ്രദ്ധിക്കേണ്ടത് കൺസെൻ്റ് ആണ്. ബോത്ത് ദ പാർട്ട്നേഴ്സ് ഷുഡ് ബി വില്ലിങ് ആൻഡ് അവർ രണ്ടുപേരും കൺസെൻ്റ് ഉണ്ടായിരിക്കണം ഫോർ പീരിയഡ് സെക്സ്. ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺഹൈജീനിക് അല്ല പീരിയഡ് സെക്സ്. പീരിയഡ് സെക്സിന് കൂടുതലും ബെനിഫിറ്റ്സ് ആണുള്ളത്. ചിലപ്പോൾ മെസ്സി ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളൊരു ടവലോ ബെഡ്ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സെറ്റാവും. പക്ഷേ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പീരിയഡ് പെയിൻ ഉള്ള ഒരാളാണ്, മൈൽഡായിട്ട് പെയിനൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പീരിയഡ് സെക്സിൻ്റെ സമയത്ത് ഓർഗാസത്തിൻ്റെ സമയത്ത് എൻഡോർഫിൻസ് റിലീസ് ചെയ്യും. ഇതിനൊരു നാച്ചുറൽ പെയിൻ കില്ലർ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് പെയിൻ റിലീഫ് വരാനുള്ള ചാൻസ് ഒന്നുണ്ട്. പിന്നെ നമ്മുടെ ഓക്സിറ്റോക്സിൻ ഒക്കെ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഒരു
ഹാപ്പി ഹോർമോൺസ് എന്ന് പറയും. നമ്മുടെ മൂഡ് കുറച്ച് നന്നായിട്ട് എലിവേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം പീരിയഡ് സെക്സ് ഇസ് ആക്ച്വലി എ ബെനിഫിഷ്യൽ തിങ്. അതിനകത്ത് നമ്മൾ മറ്റൊരു കൺഫ്യൂഷനും വേണ്ട. ആകെ വേണ്ടത് രണ്ടാൾക്കാരുടെയും വില്ലിങ്നെസ്, കൺസെന്റ് ആണ് മെയിൻലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കേൾക്കാറുണ്ട് പീരിയഡ് സെക്സിന് ശേഷം ഉള്ള എന്താ പറയുന്നത്, അതിന് ശേഷം നമ്മൾ ഒത്തിരി നോർമലി നമ്മൾ ഒരു ആഫ്റ്റർ ഇൻ്റർകോഴ്സ് നമ്മൾ എടുക്കേണ്ടതിനേക്കാളും കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് വേണം അതിൻ്റെ ഒരു ക്ലെൻലിനെസ് നോക്കാനും. അങ്ങനെയൊക്കെ നമ്മൾ അതിൽ പേടിക്കാനുണ്ടോ? ഇല്ല, അങ്ങനെയല്ല, മെസ്സിയാണ്, അത്ര ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളൂ. നോർമലി ഓരോരുത്തരുടെയും അപ് ടു പേഴ്സണൽ ഇതാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരുപാട് സെക്സ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പി ആഫ്റ്റർ സെക്സ് എന്ന് പറയാറുണ്ട്. ആഫ്റ്റർ സെക്സ് കഴിഞ്ഞിട്ട് യു ഹാവ് ടു യൂറിനേറ്റ് ടു റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഈ ഫീമെയിൽസിൻ്റെ കാര്യം എസ്പെഷ്യലി പറയുമ്പം അവരുടെ യുറേത്ര വളരെ ചെറിയ യുറേത്രയാണ്, ഒരു 3 to 4 centimeters കമ്പയർഡ് ടു മെയിൽസ് ഉള്ളൂ. അപ്പം ഈ എസ്പെഷ്യലി ഈ സെക്സിൻ്റെ സമയത്ത് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ്, ബാക്ടീരിയ നമ്മുടെ ഇനസ് എന്നൊക്കെ പീക്കോളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻട്രി ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസും ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 15 minutesനുള്ളിൽ പീ ചെയ്യുന്നത് ഈ ബാക്ടീരിയനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. അതെ. ഈ യൂറിനറി ഇൻഫെക്ഷൻസ് അടിക്കടി വരുന്നതിന് ഞാൻ ചോദിക്കുന്നത് ഇപ്പം പീരിയഡ് സെക്സുമായിട്ടോ ഒന്നും കണക്റ്റഡ് അല്ല, അങ്ങനെ അടിക്കടി വരുന്ന ആൾക്കാർ ഇതുപോലത്തെ കപ്സോ ഡിസ്കോ ഉപയോഗിക്കുന്നത് അഡ്വൈസബിൾ ആണോ? ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്കും ഇത് പ്രത്യേകമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഇല്ല. ഓക്കെ. നമ്മൾ പീരിയഡ് സെക്സിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം 21 days 21 ദിവസത്തെ സൈക്കിളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 10th ഡേയിൽ ഓവുലേഷൻ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 6th ഡേയിൽ ഇൻറ്റിമേറ്റ് ആയി എന്ന് വെച്ചോ. 6th ഡേയിൽ ഇൻറ്റിമേറ്റ് ആയി എന്ന് വെച്ചാൽ സ്പേമിന് 4 to 5 days സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഓൾറെഡി ഒരു കോൺടാക്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്പേം നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ 6 day, അതായത് 6 ദിവസം വരെ 4 to 5 days 5 days വരെ അത് ലൈവായിട്ട് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺസീവ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം അങ്ങനെ പ്രഗ്നൻ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങളിപ്പം ആ സമയത്ത് കോൺട്രസെപ്ഷൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോൺട്രസെപ്ഷൻ വിൽ പ്രിവെൻറ്റ് പ്രഗ്നൻസി. അതിൻ്റെ കൂടെ തന്നെ ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് വരാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബി ബെറ്റർ ടു യൂസ് കോൺട്രസെപ്ഷൻ. ഈ ഒരു കാര്യം മാത്രമാണ് അതിനകത്ത് ആകെ എന്തെങ്കിലും പേടിക്കാനുണ്ടെങ്കിൽ ഉള്ളൂ. കുറച്ചൊരു എസ്തെറ്റിക് മൂഡും കൂടെ വെച്ചുകൊണ്ട് നമ്മൾ പ്യൂബിക് ഹെയർസ് ഒക്കെ പൂർണ്ണമായും കളയുന്ന ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട്. അത് മോശമെന്നല്ല പറയണത്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ അടുത്ത് ഒരു ഡോക്ടറോട് സംസാരിക്കവേ അദ്ദേഹം പറയുണ്ടായി അതിൻ്റെ ആവശ്യം അതങ്ങനെ മെഡിക്കലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് കുറച്ചൊരു ഷോർട്ടായിട്ട് ട്രിംഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഐ വുഡ് ആക്ച്വലി അഗ്രി ടു വാട്ട് യു സെഡ്. പ്യൂബിക് ഹെയർ റിമൂവ് ചെയ്യുന്നത് മെഡിക്കലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഓരോരുത്തരുടെയും ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്, വേണോ വേണ്ടേ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്യൂബിക് ഹെയർ റിമൂവ് ചെയ്യുമ്പം. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് എന്താണ്, ഇപ്പം നിങ്ങൾ ഹെയർ ഷേവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ലെങ്തി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രിം ചെയ്യുക, എന്നിട്ട് ഷേവ് ചെയ്യുക. പിന്നെ ഷേവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന റേസർ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് റേസർ ആയിരിക്കണം. മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്ത് അതിൻ്റെ ഷാർപ്നെസ് പോയ റേസർ യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഷേവ് ചെയ്യുന്ന സമയത്ത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഹെയർ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ട്രയാങ്കിൾ പോലെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിൽ ഹെയർ ഏത് ഡയറക്ഷനിലാണോ ഗ്രോ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ഷേവ് ചെയ്യുക. ഓപ്പോസിറ്റ് ഷേവ് ചെയ്യും കുറച്ചുകൂടി ക്ലീൻ ആവട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ അത് ഇൻഗ്രോൺ ഹെയർ വരാനും കുഞ്ഞു പിമ്പിൾസ് പോലെ വരാനും ഉള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷേവ് ചെയ്തതിന് ശേഷം എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യുക. ഒരു ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള ഒരു അധികം കെമിക്കൽസ് ഇല്ലാത്ത ഒരു അലോവേര ജെല്ലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത്, നമ്മൾ നോർമൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് ബോഡിയിൽ യൂസ് ചെയ്യുന്ന ആ സ്മെല്ലുള്ള പെർഫ്യൂംഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യരുത്. പെർഫ്യൂം ഒന്നും ഇല്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ ആണല്ലോ. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേണമെന്നല്ല ഞാൻ പറയുന്നത്, മൈൽഡ് ആയിട്ടുള്ള. ഇപ്പൊ ആഫ്റ്റർ ഷേവ് ലോഷനൊക്കെ വേണ്ട അങ്ങനെ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതിലൊക്കെ കെമിക്കൽസ് ഉണ്ട്. ജസ്റ്റ് മൈൽഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ബോഡി സേഫ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. അതൊരു 2 to 3 days ഒന്ന് യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ ഇതിന് ശേഷം അതിനുള്ള ആഫ്റ്റർ കെയറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ശേഷം നമ്മൾ ഭയങ്കര ടൈറ്റ് അണ്ടർവെയർ അല്ലെങ്കിൽ സിന്തറ്റിക് അണ്ടർവെയർ ഒന്നും ഇടാണ്ടിരിക്കുക. കോട്ടൺ ബ്രീത്തബിൾ അണ്ടർവെയർ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഷേവിംഗ്
ഓക്കെ. അല്ലെങ്കിൽ ഇഫ് ഇൻ ദ നൈറ്റ് ആണെങ്കിൽ രാത്രി ആണെന്നുണ്ടെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ടു ഗോ കമാൻഡോ. ജസ്റ്റ് അണ്ടർവെയർ അവോയ്ഡ് ചെയ്ത് ഷോർട്ട്സോ പജാമോസോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ബ്രീത്തിങ് സ്പേസ് ഒന്ന് കൊടുക്കുക. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം വജൈനൽ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ടും കൺഫ്യൂഷൻസ് ഉണ്ട്. മേ ബി ഈ പറഞ്ഞ പോലെ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ വജൈനൽ ഡിസ്ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ ത്രൂ ഔട്ട് ഉണ്ടാകാറുണ്ട്. അപ്പം ചിലപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്ന സാധനം തന്നെ പലയിടങ്ങളിലും കുഴപ്പമില്ലാന്ന് കാണും. ചില സ്ഥലങ്ങളിൽ അസ്ഥി ഉരുകി പോകുന്നതാന്ന് പറയും. ചില സ്ഥലങ്ങളിൽ അത് ഇതിൻ്റെ അളവ് പ്രശ്നമാണെന്ന് പറയും, കളറ്. അപ്പം മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറേ ഇൻഫർമേഷനും ഉണ്ട്, കുറേ കൺഫ്യൂഷൻസും ഉണ്ട്. എന്താ ശ്രദ്ധിക്കേണ്ട ആ കാര്യത്തിലൊക്കെ? ശരിക്കും പറഞ്ഞാൽ വെജൈനൽ ഡിസ്ചാർജ് ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, വെജൈന ഒരു സെൽഫ് ക്ലീനിങ് ഓർഗനാണ്. ഒന്നും സോപ്പോ ഇൻറ്റിമേറ്റ് വാഷോ ഒന്നും വെജൈനയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് വൾവ മൈൽഡ് സോപ്പ് അല്ലെങ്കിൽ pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് വാഷ് വൾവൽ ഏരിയ, എന്നാൽ പുറത്തെ ഏരിയയ്ക്ക് യൂസ് ചെയ്യാം. വെജൈനയ്ക്കുള്ളിൽ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെൽഫ് ക്ലീനിങ് എങ്ങനെയാണ് സെൽഫ് ക്ലീനിങ് ചെയ്യുന്നത്? ത്രൂ ദ വെജൈനൽ ഡിസ്ചാർജ്. ഇതിൽ നോർമൽ വെജൈനൽ ഡിസ്ചാർജ് എന്ന് യൂഷ്വലി നമ്മൾ പറയുന്നത് ഈ സ്മെല്ലൊന്നും ഇല്ലാത്ത വെജൈനൽ ഡിസ്ചാർജ്. ഇനിയിപ്പോൾ വൈറ്റ് കളർ ഡിസ്ചാർജ് ആണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ ഇച്ചിങ്, റെഡ്നെസ് അങ്ങനത്തെ സിംറ്റംസ് ഒന്നുമില്ല, സ്മെല്ലില്ല. അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള വെജൈനൽ ഡിസ്ചാർജ്, ചില തിക്ക് ജെല്ലി പോലത്തെ വെജൈനൽ ഡിസ്ചാർജ് വരാണ്. അതും എന്ന് വെച്ചാൽ എഗ് വൈറ്റ് പോലത്തെ, നമ്മുടെ ഈ മുട്ടയുടെ വെള്ള പോലത്തെ ഡിസ്ചാർജ്, അതും വളരെ നോർമലാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കളർ ചേഞ്ചസ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വെജൈനൽ ഡിസ്ചാർജിൻ്റെ കൂടെ എന്തെങ്കിലും സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അത് ഭയങ്കര ഒരു അലാമിങ് ഫാക്ടറാണ്. ഒരു നോർമൽ സ്മെല്ലുണ്ട്. യുവർ വെജൈന ഈസ് നോട്ട് സപ്പോസ് ടു സ്മെൽ ലൈക്ക് റോസസ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ തിക്ക് കേർഡി വെജൈനൽ ഡിസ്ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തൈര് പോലെ ഇരിക്കുന്ന വെജൈനൽ ഡിസ്ചാർജ് വിത്ത് ഇച്ചിങ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഫൗൾ സ്മെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് കാൻഡിഡിയാസിസ് ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഒരു സിംറ്റം ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഗ്രേ കളർ വെജൈനൽ ഡിസ്ചാർജ് വിത്ത് ഒരു ഫിഷി സ്മെല്ല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ വെജൈനോസിസിൻ്റെ ഒരു സിംറ്റം ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഓർ യെല്ലോ കളർ വെജൈനൽ ഡിസ്ചാർജ് വരികയാണ്, ഇതേപോലെ തന്നെ സിംറ്റംസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ സിംറ്റം ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ലൈക്ക് ട്രൈക്കോമോണിയാസിസ്. ഓക്കെ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അസോസിയേറ്റഡ് സിംറ്റംസോ ഫൗൾ സ്മെല്ലോ ഒന്നും ഇല്ല, കളർ ഇതേപോലെ വൈറ്റ് ഓർ എഗ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോർമലാണ്. അതിൻ്റെ കൂടെ ഈ വജൈനൽ ഡിസ്ചാർജ് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ ഒരു പ്ലസ് പോയിന്റും കൂടെ കണ്ടു. ഈവൻ നമുക്ക് കൺസീവ് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേഷൻ വരെ ഒരു പക്ഷേ അത് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കണ്ടു. അങ്ങനെ തന്നെയാണോ? മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് 100% ഫുൾ പ്രൂഫ്. ഇതിങ്ങനെ തന്നെയാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ ഇറ്റ് ഈസ് ഗുഡ്. ഇപ്പം നമ്മൾ ആ ഓവുലേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ആ ഫെർട്ടൈൽ വിൻഡോ ഓവുലേഷൻ അടുത്തിരിക്കുന്ന സമയത്ത് സ്ട്രെച്ച് ചെയ്തിട്ടുള്ള, നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തെടുക്കാൻ പറ്റും. സ്ട്രെച്ച് ആയിട്ടുള്ള ഈ മുട്ടയുടെ വെള്ള എഗ് വൈറ്റ് കളറിൽ ഡിസ്ചാർജ് കണ്ടു കഴിഞ്ഞാൽ അത് ഓവുലേഷനെ സിംബലൈസ് ചെയ്യുന്നു, ഫെർട്ടിലിറ്റീനെ സിംബലൈസ് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഉറപ്പുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ചാൻസസ് അതെ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് ഫോർ എവ്രി വൺ എന്ന് പറയില്ലേ. ഒരു ഐഡിയ കിട്ടും എന്ന് വേണമെങ്കിൽ, ഉപദ്രവമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാവുന്നേ ഉള്ളൂ. നമുക്ക് വേറെ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 2 പ്രൊഡക്റ്റുകളല്ലാതെ വേറെ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഉള്ളത്? ബാക്കി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റീയൂസബിൾ ആയിട്ടുള്ള നമുക്ക് പ്രൊഡക്ട്സ് ഉള്ളത് ഒന്ന് പീരിയഡ് പാൻറ്റിയാണ്. ഇപ്പോൾ പീരിയഡ് പാൻറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സീ ദിസ് ഇസ് ലൈക്ക് നോർമൽ അണ്ടർവെയർ. നമ്മൾ നോർമലി ഇടുന്നത് പോലത്തെ അണ്ടർവെയർ ആണ്. പക്ഷേ ഇതിൽ സ്റ്റിച്ച്ഡ് ഇൻ ആയിട്ടുള്ള ലേയേഴ്സ് ഉണ്ട്. ഇവിടെ കാണാം ഫുൾ കവറേജ് ആണ്, ഫുൾ ഫ്രണ്ട് ടു ബാക്ക് കവറേജ് വരും. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് മൈക്രോ ഫൈബറാണ്, ഇവിടെ വരുന്നത് കോട്ടൺ ആണ്. സോ ദാറ്റ് നമുക്ക് കോട്ടൺ ഇടുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ ബ്രീത്തബിലിറ്റി കിട്ടുന്നത്. പിന്നെ ഉള്ളിൽ വരുന്നത് മൈക്രോ ഫൈബർ ലെയേഴ്സാണ്. ഈ മൈക്രോ ഫൈബർ ലെയേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിനെ അബ്സോർബ് ചെയ്യും, ഇവിടുത്തെ വെറ്റ്നെസ് കുറച്ചൊന്ന് കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ഏറ്റവും താഴെ 2 ലെയർ മൈക്രോ ഫൈബർ വന്നിട്ട് ഏറ്റവും താഴെ വരുന്ന ലെയർ എന്ന് വെച്ചാൽ മോയ്സ്ചർ വിക്കിംഗ് ആണ്. പുറത്തൂടെ ലീക്സ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു ലെയറും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പുറത്ത് വീണ്ടും കോട്ടൺ ആണ് വരുന്നത്, അതിൻ്റെ ഉള്ളിൽ ഈ മോയ്സ്ചർ വിക്കിംഗ് ലെയർ വരും. അപ്പം നോർമലി ഇപ്പം ചിലർക്ക് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ ലീക്ക് വരുമെന്ന് പേടിയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പീരിയഡ് പാൻറ്റി പെയർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പാഡോ മെൻസ്ട്രൽ കപ്പോ ഒന്നും വേണ്ട, ഒരു പീരിയഡ് പാൻറ്റി വെറുതെ യൂസ് ചെയ്താലും മതി. പീരിയഡ്സിൻ്റെ സമയത്ത് ഇതിന് ലീക്ക് വരില്ല. കാരണം ഫ്രണ്ട് ടു ബാക്ക് ഫുൾ കവറേജ് ഉണ്ടല്ലോ, അപ്പോൾ എവിടെ നിന്ന് ലീക്ക് വരിക? എത്ര നേരം നമ്മൾ പീരിയഡ് പാൻറ്റി യൂഷ്വലി നമുക്കൊരു 6 to 8 hours യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ, അത് ഡിപ്പെൻസ് ഓൺ യുവർ ഫ്ലോ ഓൾസോ. എന്നാലും ഒരു 6 to 8 hours നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ നനവ് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ യു ഷുഡ് ജസ്റ്റ് റിമൂവ് ഇറ്റ് ആൻഡ്
വാഷ്. ഇതെങ്ങനെ വാഷ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ എന്താണ് നോർമൽ വാട്ടർ, കോൾഡ് വാട്ടറിൽ ഇതിന് ജസ്റ്റ് ഒന്ന് കഴുകി ബ്ലഡ് മൊത്തം കഴിഞ്ഞ് ക്ലിയർ വാട്ടർ ആയതിനു ശേഷം ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ നോർമലി അണ്ടർവെയർ കഴുകുന്ന പോലെ കഴുകുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് ക്ലീൻ ആക്കുക. ഡിറ്റർജൻസ് യൂസ് ചെയ്യാവോ? ഡിറ്റർജൻസ് മൈൽഡ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാം. ഈ ഫാബ്രിക് സോഫ്റ്റ്നർ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. നോർമൽ ഡിറ്റർജൻറ്റിൻ്റെ കൂടെ ഇട്ട് അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നോർമലി നമുക്ക് സ്റ്റെയിൻ അല്ലെങ്കിൽ ഒരു ഫൗൾ സ്മെൽ എന്നൊക്കെ ഒരു സ്റ്റെയിൻ നിൽക്കില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ആ ഒരു സ്മെല്ല് ഉണ്ടാകും എന്നുള്ളൊരു ഇതിന്റെ പുറത്ത് നമ്മൾ ഡിറ്റർജന്റ് ഇട്ട് കഴുകാനുള്ള ചാൻസ്. പെർഫ്യൂംഡ് ആയിട്ടുള്ള ഒന്നും, നമ്മളിപ്പോൾ നോർമൽ അണ്ടർവെയർ കഴുകുമ്പോൾ പോലും പെർഫ്യൂംഡ് ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഇന്റിമേറ്റ് ഏരിയയിൽ കോൺടാക്റ്റിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്. കെമിക്കൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നോർമൽ വാഷ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നോർമൽ വാഷ് അതാണ് പീരിയഡ് പാൻറ്റി. അതേപോലെ തന്നെയാണ് ക്ലോത്ത് പാഡ് നമ്മൾ വാഷ് ചെയ്യുന്നത്. സെയിം മെക്കാനിസം ആണ്, നോർമൽ പാഡ് പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പീരിയഡ് പാൻറ്റിയിൽ പറഞ്ഞ പോലെ മൈക്രോ ഫൈബർ ലെയേഴ്സ് ആണ് ഉണ്ടാവുക. വളരെ തിന്നായിട്ട്, തിന്നാണ്, വളരെ തിന്നാണ്. അപ്പം നമ്മളിത് നോർമൽ പാഡായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാഡ്സ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരെ നോക്കിയിട്ടുണ്ട്. അപ്പം അതിനെക്കാട്ടിയും എന്താണ് വെറ്റ്നസ് കുറവാണ് ഇതിന്. ബിക്കോസ് ഉള്ളിൽ മൈക്രോ ഫൈബർ വേണമെങ്കിൽ നമുക്ക് പറയാം. കപ്പാസിറ്റി ഉണ്ട്, നല്ല കപ്പാസിറ്റി ഉണ്ട്. കാണുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത. ഉള്ളിൽ മൈക്രോ ഫൈബർ ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല കപ്പാസിറ്റി ഉണ്ട്. അത്രയും നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ നേരം ഇരുന്നോളും അല്ലേ? ടെൻഷന്റെ കാര്യമില്ല. പക്ഷേ ഈ പ്രൊഡക്ട്സിനെ പറ്റിയൊക്കെ നമുക്കറിയോ? നമുക്ക് എത്ര അറിയാം ബേസിക്കലി? ഇത് പറഞ്ഞു വരുന്നുണ്ട് ആൾക്കാർ പയ്യെ. ഇനി ഫ്യൂച്ചറിൽ ഇതൊക്കെ നോർമലൈസ് ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പീരിയഡ്സിന്റെ സമയത്തുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കൺഫ്യൂഷൻ ബ്രസ്റ്റ് ഹെവിനെസ് ആണ്. നമുക്ക് ചരിയുമ്പം തൊട്ടാൽ വേദന, എവിടെയെങ്കിലും സ്വന്തം കൈ തട്ടിയ വേദന, എവിടെയെങ്കിലും അറിയാണ്ട് തൊട്ടാ വേദന, പിന്നെ ഒരു ഭയങ്കര ഹെവി ഫീല്. ഇത്ര സാധനങ്ങൾ ഞാൻ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ല. ഇത് കൂടാണ്ട് വേറെ ഉണ്ടോയെന്ന് അറിയില്ല. ശരിക്കും ഇതിൻ്റെ ഒരു സയൻസ് കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ എന്താണ് അങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ കൂടെ ഒരു കല്ലപ്പ് പോലത്തെ ഫീൽ എന്നൊക്കെ നമ്മൾ കൊളോക്കിയലി പറയുന്ന ഒരു സാധനമുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടെ ഒരു ചോദ്യം കൂടെ ചേർത്ത് ചോദിക്കുക. ഹെയറുമായിട്ട് ബന്ധപ്പെട്ടും, നിപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഹെയറുമായിട്ട് ബന്ധപ്പെട്ടും സംശയം വരാറുണ്ടോ? ഇത് ശരിയാണോ? ഇത് ഓക്കെ ആണോ? ഞാനിച്ചിരി അബ്നോർമൽ ആണോ? ഇത് പെണ്ണുങ്ങൾക്ക് അത് വരാവോ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഇതിനെപ്പറ്റി കൂടെ ഒന്ന്. നമ്മളിപ്പം ബ്രസ്റ്റ് ഫുൾനെസ് നമുക്ക് കുറച്ചൊന്ന് സൈസ് കൂടുതലായി തോന്നുന്നത് പീരിയഡ്സിൽ നോർമലാണ്. ബിക്കോസ് നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ഇപ്പം സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ബ്രസ്റ്റ് ഡക്സിനെയും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിലെ ഗ്ലാൻസിനെയും ഒന്ന് എൻലാർജ് ചെയ്യുന്ന ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം ആ സമയത്ത് അത് മാത്രമല്ല, ഈ പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വാട്ടർ റിട്ടൻഷൻ, നമ്മുടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് വാട്ടർ റിട്ടൻഷൻ കൂട്ടും. ആ സമയത്ത് ബ്രസ്റ്റ് കുറച്ച് വാട്ടർ റിട്ടൻഷൻ വരാൻ, അതുകൊണ്ട് തന്നെ നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ചിലപ്പോൾ വെയിറ്റ് കൂടുന്നത് പോലെയും തോന്നാൻ ചാൻസ്. ഇത് ബ്രസ്റ്റിൽ മാത്രമല്ല മൊത്തത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പം അങ്ങനെ ബ്രസ്റ്റ് കുറച്ച് ഫുള്ളാവും. അത് മാത്രമല്ല, ഈ ഫുൾനെസ് വരുമ്പം നമ്മുടെ സ്കിൻ കുറച്ച് സ്ട്രെച്ചായിട്ട് നമുക്ക് പെയിൻ വരാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ ഈ ഇത് നമുക്ക് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ടാവും. പ്രൊജസ്ട്രോൺ വിഡ്രോവൽ വരുമ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ടാവും. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് നമ്മൾ കുറച്ച് സെൻസിറ്റീവ്, കുറച്ച് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റർ ആണ്. അപ്പോൾ സെൻസിറ്റീവ് ആക്കാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ടാണ് ബ്രസ്റ്റ് പെയിൻ ഒക്കെ വരുന്നത്. വൺസ് പീരിയഡ്സ് ആയി ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ ഇത് അതേപോലെ തന്നെ തിരിച്ച് നോർമൽ ഫീൽ വരാറുണ്ട്. പക്ഷേ അത് ഇതിന് നമ്മൾ മെഡിക്കൽ ടേമിൽ ചിലപ്പോൾ സൈക്ലിക്കൽ മാസ്റ്റാൾജിയ എന്നൊക്കെ പറയാറുണ്ട്. സോ ഇറ്റ്സ് നോർമൽ. ഈ നിപ്പിൾ ഹെയർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമുണ്ടോ? നിപ്പിൾ ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എവല്യൂഷണറി എലമെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ ടു ഹാവ് നിപ്പിൾ ഹെയർ. എസ്പെഷ്യലി എല്ലാവർക്കും ഒരു 4 to 5 കോഴ്സ് ഹെയർ ഇസ് ആബ്സല്യൂട്ട്ലി നോർമൽ. നമ്മൾ ഇതിൻ്റെ കൂടെ വേറെ സിംറ്റംസ് ഉണ്ടോ എന്നൊന്ന് നോക്കുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് നിപ്പിൾ ഹെയർ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഫേഷ്യൽ ഹെയർ ഉണ്ട്, മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹിർസുട്ടിസം എന്ന് പറയും. PCOSൻ്റെ ഒരു സിംറ്റം ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആൻഡ്രോജൻ എക്സസ് ആവാം, അല്ലെങ്കിൽ അഡ്രിനൽ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് കുറച്ച് ഹെയർ ഉള്ളത് വളരെ നോർമലാണ്. HPV വാക്സിൻ എനിക്ക് ഒരു 10 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ വാക്സിൻ ആരൊക്കെ എടുത്തിട്ടുണ്ടെന്നും ആ വാക്സിൻ കൊണ്ടുള്ള ഗുണം എന്താണെന്നും ഏത് പ്രായക്കാരാണ് എടുക്കേണ്ടത്, ആർക്കൊക്കെ എടുക്കാന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ല. അതിനെപ്പറ്റിയും കൂടെ ഒന്ന് പറയാമോ? HPV വാക്സിൻ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വാക്സിനാണ്. നമ്മളിപ്പോൾ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ദ സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ വിമൻ ഇൻ ഇന്ത്യ ഇസ് സെർവൈക്കൽ ക്യാൻസർ. ഈ സെർവൈക്കൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യണ എല്ലാ പൊട്ടൻഷ്യലും ഉള്ളൊരു വാക്സിനാണ് ഈ HPV വാക്സിൻ. ഇത് എടുക്കേണ്ടത് യൂഷ്വലി 9 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്കാണ് റെക്കമെൻഡ് ചെയ്യാറ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് സെക്ഷലി ആക്റ്റീവ് ആവുന്നതിന് മുന്നേ ഇത് എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ മെയിൻലി സെക്ഷലി ആക്റ്റീവ് ആവുമ്പോഴാണ്
നമുക്ക് HPV കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ virus- എക്സ്പോഷറിന് ഇതിന് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഇത് പല പല സ്ട്രെയിൻസ് ഉണ്ട്. 200 സ്ട്രെയിൻസിൽ കൂടുതലുണ്ട്. ലോ റിസ്ക്കും ഹൈ റിസ്ക്കും ഉണ്ട്. 16 and 18 ആണ് ഈ ഹൈ റിസ്ക്. പാപ്പിലോമ വൈറസ് 200 വേരിയന്റ് ഉണ്ടോ? പക്ഷെ നമുക്ക് ഹൈ റിസ്ക് വേരിയന്റ് എന്ന് പറയുന്നത് 16 and 18 ആണ്. പിന്നെ 11 അല്ല ലോ റിസ്ക് വേരിയൻസും ഉണ്ട്, ഹൈ റിസ്ക്കും ഉണ്ട്. അപ്പം ഇതിന് രണ്ടിനും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന വാക്സിൻസ് ഇപ്പം HPV വാക്സിൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഇത് നമ്മൾ എക്സ്പോഷർ വരുന്നതിന് മുന്നേ തന്നെ എടുക്കണം എന്നുള്ളതാണ്. യൂഷ്വലി കുട്ടികൾക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യാറ്. 9 to 14 years, 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 2 ഡോസാണ് യൂഷ്വലി വരുന്നത്. 15 വയസ്സിന് മുകളിലോട്ട് 26 വയസ്സ് വരെ, 45 വയസ്സ് വരെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ വൺസ് സെക്ഷലി ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് എഫക്റ്റ് വരില്ല. എന്നാലും എടുക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ട്രെയിനിന് എക്സ്പോസ്ഡ് ആയി, വേറൊരു സ്ട്രെയിന് ചിലപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവാണ്, ആ സ്ട്രെയിനിന് അഗേൻസ്റ്റ് എഫക്റ്റീവാണ്. അതുകൊണ്ട് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിപ്പോൾ സെർവൈക്കൽ ക്യാൻസർ, ഇപ്പോൾ ഫീമെയിൽസിനാണെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ, പിന്നെ ഏനൽ ക്യാൻസർ, പിന്നെ മെയിൽസിൽ പീനൈൽ ക്യാൻസർ, ചില ENT റിലേറ്റഡ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് എന്നൊക്കെ. മെയിൽസിനും എടുക്കാവുന്ന വാക്സിൻ ആണോ? മെയിൽസിന് എടുക്കാവുന്ന വാക്സിൻ ബോത്ത് ജെൻഡർ ഷുഡ് ടേക്ക്. ഓക്കെ. പക്ഷേ മേ ബി എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കാം. നമ്മൾ ഇതിനു മുമ്പ് HPVനെ പറ്റി സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ തന്നെയും ഒരു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഇല്ല, രണ്ട് ജെൻഡറിലുള്ള ആൾക്കാരും എടുക്കേണ്ട ഒരു വാക്സിനാണ് HPV വാക്സിൻ. ഒരുപോലെ ആപ്ലിക്കബിൾ ആണ് ഈ ഒരുപോലെ സാധനം, അല്ലേ? ആപ്ലിക്കബിൾ ആണ്. Okay. അത് മാത്രമല്ല, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതും മെയിൽസിനും ട്രാൻസ്മിറ്റ് ചെയ്യാൻ, തിരിച്ചും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് കോമൺ. നോ ലൈക്ക് നമ്മളൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയില്ലേ, അതും കിട്ടണം. ഇത് എത്ര ഡോസ്? 2 ഡോസ്? അത് ഡിപ്പെൻസ് ഓൺ ഏജ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല 9 to 14 ആണെങ്കിൽ യൂഷ്വലി 2 ഡോസാണ് വരുന്നത്, 6 months അപ്പാർട്ട്. പിന്നെ ഈ 15 to അങ്ങോട്ട് വരുന്നത് 3 ഡോസ് ആയിരിക്കും. ഓക്കെ. എന്തെങ്കിലും സൈഡ് എഫക്ട്സ് എന്തെങ്കിലും? നമ്മൾ സാധാരണ വാക്സിൻ എടുക്കുമ്പോൾ വരുന്ന കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടല്ലോ. ചിലപ്പോൾ പനി വരാറുണ്ട്, പിന്നെ ആ സൈറ്റിൽ പെയിൻ, അങ്ങനത്തെ ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ്. സ്ത്രീകളുടെ ഒരു ഹൈജീനായിട്ട് ബന്ധപ്പെട്ടും പീരിയഡ്സായിട്ട് ബന്ധപ്പെട്ടും കുറേ കൺഫ്യൂഷൻസ്, കുറച്ചധികം മിത്സ്, ചില ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാനുള്ള ടിപ്സും മാം തന്നിട്ടുണ്ട്. ഇത് ഏറ്റവും ചുരുങ്ങിയത് ഇനി ഒരു 5 വർഷത്തേക്കെങ്കിലും ഇങ്ങനെ തന്നെ ലൈവായിട്ട് നിൽക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു ഡിസ്ക് വരെയുള്ള ഏറ്റവും പുത്തൻ പ്രൊഡക്റ്റ് വരെ നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം 5 വർഷത്തേക്കെങ്കിലും മിനിമം നിൽക്കും. അതിനും അപ്പുറത്തോട്ട് നിൽക്കേണ്ട ഇൻഫർമേഷൻ തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ കൂടുതൽ ഈ വിഷയത്തിലുള്ള പുതിയ അറിവുകളുമായിട്ട് വീണ്ടും കാണാമെന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.